നമുക്ക് തോന്നിയിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. അതായത് ഈ ഒരു മംഗലത്ത് എന്ന് പറയുന്ന ഈ ഒരു വണ്ടി കോമ്പറ്റീഷൻ അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വിടാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് വേണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളെ ബിനിച്ചേട്ടനും അകലും എല്ലാവരും കൂടി ചേർന്നിട്ട് അതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇനി നമുക്ക് വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി ഇവിടെ ബാക്കിയുള്ളവരും നല്ല ബിസിയും കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ക്രൂവും കാര്യങ്ങളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വാവ വിട്ടിരുന്നിട്ട് ബാക്കി ഫുൾ റേഞ്ചിന്റെ കവറിനെല്ലാം നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ തമിഴ് വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ആ ഒരു സെഡ് അസ്ത്രയും കൂടി നിങ്ങൾക്ക് കാണാം. ഈ ഒരു സെഡ് അസ്ത്ര ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു വണ്ടി ഏതാണെന്നുള്ളൊരു ഹിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് കമന്റ് ചെയ്യുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. നമുക്ക് പോയിട്ട് നമ്മളുടെ ആ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും അവിടെ അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് കേൾക്കാനായിട്ടാണ് ഒരുപാട് ആൾക്കാരെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതേസമയം നമ്മുടെ സുഹൃത്തേട്ടൻ ഇവിടെ നമ്മളുടെ സിയാറയുടെ വർക്കിനകത്താണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി വർക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ ഒരു വണ്ടി കാണാനും അത്യാവശ്യം നല്ല നീറ്റ് ലുക്കാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 3 വണ്ടികളുടെ വർക്ക് നടക്കുന്നത് കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി 4ാമതായിട്ട് ഇവിടെ അടുത്തൊരു വണ്ടിയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതാണ് ഇമ്മാനുവലിൻ്റെ ഈ ഒരു മാർക്കോ പോളോ വണ്ടി. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കേട്ടോ ഇത്. എനിക്ക് ഇതിൻ്റെ അകം കയറി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കേട്ട ഈ ഒരു പാട്ടിൻ്റെ ഇടിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഹെഡ്സെറ്റ് വെച്ച് കേട്ടോക്കണം കേട്ടോ. എങ്കിലും ആ ഒരു ഫുൾ ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു ഇമ്മാനുവലിനകത്ത് കയറാനായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് പഞ്ച് ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത വണ്ടി നോക്കാം. നമ്മളുടെ പത്തനംതിട്ട റാമോസിന്റെ വണ്ടിയാണ് അടുത്തായിട്ട് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവലറും കൂടി വന്ന് നടപ്പുണ്ട്. സുത്തേട്ടൻ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ രീതിയിലുള്ള ട്യൂണിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ പരിപാടിയിലാണ്. ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അച്ഛതായി ഇവിടെ നമ്മളുടെ ഇമാനുവലിനകത്ത് കയറാനുള്ള ഒരു പെട്ടിക്കകത്ത് സ്റ്റാപ്ലറും കാര്യങ്ങളൊക്കെ അടിച്ച് അവർ നെറ്റ് സെറ്റ് ചെയ്യുവാണ്. പിന്നെ അതേസമയം ബിനിച്ചേട്ടൻ്റെ സന്ദീപം കൂടി നമ്മളുടെ ബ്രയാൻ്റെ ട്രാവലറിൻ്റെ ബാക്കിൽ ആ ഒരു ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു സബും കാര്യങ്ങളെല്ലാം കയറ്റാനായിട്ട് പോകുന്നത്. പിന്നെ സിയാറയുടെ വണ്ടിക്കകത്ത് നമ്മൾ സബും കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സബാണ് ഈ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പ്രൊമോ വീഡിയോ ചെയ്യാനായിട്ട് എടുത്ത വിഷ്വൽസ് ആണ്. അതും കൂടി കട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോക്കകത്തോട്ട് കയറ്റിയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു വണ്ടികളുടെ ഒരു വോക്കലിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. പിന്നെ ഈ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കട്ട് ചെയ്യാതെ ഈ ഒരു സോങ്സ് ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോ കോപ്പിറൈറ്റ് സോങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോങ്സുകൾ സെലക്ട് ചെയ്തിട്ട് അത് വണ്ടിക്കകത്ത് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഓൾറെഡി ഈ ഒരു സംഭവം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അതും ഫെയിലായിപ്പോയി. നമ്മൾ നോൺ കോപ്പിറൈറ്റ് സോങ് ഇട്ടിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കോപ്പിറൈറ്റുകൾ കിട്ടിയിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയും കോപ്പിറൈറ്റുകൾ കിട്ടിയിട്ട് നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു കോപ്പിറൈറ്റ് നമുക്ക് മറികടക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ.
അങ്ങനെ നമ്മുടെ സിയാരയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവർ വണ്ടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഒരു ഫൈനൽ ചെക്കൻ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല കിടിലം വർക്കാണ് കേട്ടോ നമ്മൾ ഈ വണ്ടിക്ക് അത് സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ റാമോസിൻ്റെ വണ്ടിയിലോട്ട് പോവാം. മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ ഇതാണ് കേട്ടോ നമ്മളുടെ റാമോസിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നീറ്റ് വർക്കാണ് കേട്ടോ ഈ വണ്ടിക്കകത്ത് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു ക്ലാസിക് ആയിട്ടുള്ള നല്ലൊരു നീറ്റായിട്ടുള്ള അധികം അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു വർക്കാണ് ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാക്കിലിരിക്കുന്ന ഒരു ബാർ ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടോ, ആ ഒരു ഒറ്റ ലൈറ്റ് മാത്രം മതി. അത് സൗണ്ടിൽ കൊടുത്തിട്ടായിരിക്കും തോന്നുന്നു. സൗണ്ട് അനുസരിച്ചിട്ടാണ് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാത്തുന്നത്. അപ്പോൾ അതാ കണ്ടില്ല, ഇതാണ് ഒരു റാമോസിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും കേട്ടോ. പിന്നെ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ കൂടെ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഡോറിനകത്ത് അത്യാവശ്യം നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്കിനകത്ത് ഒരു പച്ച കളർ അങ്ങോട്ട് കത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എടുപ്പുണ്ട് കേട്ടോ. പിന്നെ അതിന് പുറമെ ഈ ഒരു വണ്ടിയുടെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭയങ്കര സബ്റ്റിലായിട്ടുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളും കൂടി ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്കാണ് ഈ വണ്ടി നൈറ്റ് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ക്യാബിൻ്റെ ലുക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഓരോരോ വണ്ടികളായിട്ട് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫൈനലായിട്ട് നമ്മളുടെ റാമോസിൻ്റെ വണ്ടി ഇറങ്ങി പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ചെറിയൊരു ടാസ്ക് തരാം. അതായത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മളെ സംഗീതയിൽ നിന്ന് എത്ര വണ്ടികൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും കറക്റ്റായിട്ട് എണ്ണി നോക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര എണ്ണം കറക്റ്റായിട്ട് പറയുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എത്ര ആൾക്കാർ പറയുമെന്ന്. പിന്നെ നമ്മൾ ഈ ഒരു റാമോസിൻ്റെ വണ്ടിക്കകത്ത് കയറി കൂടെ പോവുകയാണ്. നമുക്ക് നേരെ പോയിട്ട് പുനലൂർ ഇറങ്ങണം. അപ്പോൾ നൈറ്റ് അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്ന വഴിക്കാണ് ഒരു കാര്യം ഓർത്തത്. നമ്മളുടെ ഈ ഒരു വണ്ടിക്കകത്തൊന്നും ഒരു പയ്യൻ മുടിവെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡിൽ നിർത്തിയിട്ട് അവനെയും പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്ന് നേരെ വിട്ട് പുനലൂർ പോവാണ്. അപ്പോൾ അതാ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ റാൻഡോട്ട് എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻറ്റ് ഇടണം. കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പാടാണ്. അപ്പോൾ സംഗീത ഓഡീസിൽ നിന്നുള്ള മറ്റു കിട്ടില്ല വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.